You've been talking about patience, hoping forever lasts. Hey guys, welcome back to NKL EDITS. So guys, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലും സൂം ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടതാണ്, എന്നാൽ ഇപ്പോഴും കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ കുറച്ച് സ്റ്റെപ്സിലൂടെ നമുക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. 4:5 റേഷ്യോ 60 FPS ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിലേക്ക് വന്ന ശേഷം നിങ്ങളൊരു ഫോട്ടോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഫോട്ടോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊരു 1 സെക്കൻഡിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ എത്രയാണോ ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ദെൻ സെൻറ്ററിലും ഫസ്റ്റും ഇതേപോലെ ബീറ്റ് മാർക്ക് ആഡ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോറിലേക്ക് വരിക. ഇവിടെ സ്കെയിൽ ടൂളിലേക്ക് വരിക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോറിൽ സ്കെയിൽ ടൂൾ തന്നെ. ദെൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്ര സൂമാണോ വേണ്ടത് അത്യാവശ്യം ഒരു സൂമിൽ നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എത്ര സൂമാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ. ദെൻ എന്ന് പറഞ്ഞാൽ എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമ്മൾ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മളത് എൻഡിലേക്ക് സെറ്റ് ചെയ്ത ശേഷം ഇവിടെ കീ ഫ്രെയിമിൻ്റെ സെക്ഷനിലേക്ക് വരിക. ഇവിടെ ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്യുക. ഇവിടെ ഫസ്റ്റ് പോർഷനിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വരിക. നമ്മൾ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതേപോലെ ക്രോപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ എന്ന് പറഞ്ഞാൽ എഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക. നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. ഇവിടെയും പറയാനുള്ളത് പറഞ്ഞാൽ ഇവിടെ 1-ലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഒരുപാട് മോഷൻ ബ്ലർ കൊടുത്ത് വീഡിയോ ഒരു കുറച്ച് ബോറാക്കാതെ നമ്മളൊരു മീഡിയം ലെവലിൽ കൊടുക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് അതായത് ഈ ഒരു മോഷൻ ബ്ലർ തന്നെ കൊടുക്കണം എന്നില്ല. ഇപ്പം നമുക്ക് ബ്ലറിൽ വന്നാൽ സൂം ബ്ലറും ഉണ്ട്. ഓക്കെ, നമ്മളൊരു സൂം ട്രാൻസിഷൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂം ബ്ലറും കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. ബ്ലാക്ക് ബാർ എന്ന പേരായതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് കളർ സെറ്റ് ചെയ്യുക. then നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ എൻഡിലായി വന്ന് കട്ട് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഏറ്റവും ടോപ്പിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഏറ്റവും ടോപ്പിലായിട്ട് സെറ്റ് ചെയ്യുക. ഈ ഒരു റെക്റ്റാങ്കിൾ ഏറ്റവും ടോപ്പിലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എൻഡിലായിട്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്തതുപോലെ സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര താഴേക്ക് വരണോ ആ ഒരു രീതിക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെയും നമ്മൾ കർവ് കൊടുക്കണം. നമ്മൾ നേരത്തെ കൊടുത്ത സെയിം കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് കുറച്ച് ഈ ഒരു രീതിക്കുള്ള ഗ്രാഫ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കണം. സെയിം കർവ് തന്നെ നമ്മൾ രണ്ട് സൈഡിലും കൊടുക്കണം. ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഇതിൻ്റെ കളർ നമ്മൾ ബ്ലാക്ക് ആക്കുക. സെയിം സംഭവം മെത്തേഡ് സെയിം തന്നെയാണ്. പക്ഷേ ഈ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ താഴെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് മുകളിൽ നിന്നും താഴെ നിന്നും ഒരേപോലെ വരണം എന്നുള്ളതുകൊണ്ട് ഇത് നമ്മൾ താഴെ സെറ്റ് ചെയ്യുക. സെയിം മെത്തേഡ് 2 കീ ഫ്രെയിംസ് ഫസ്റ്റിലും എൻഡിലുമായി സെറ്റ് ചെയ്യുക. ദെൻ സെൻറ്ററിലെ കീ ഫ്രെയിം വന്ന് നേരത്തെ നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്തത് ആ ഒരു റേഞ്ചിൽ തന്നെ സെറ്റ് ചെയ്യുക. ഇവിടെയും വന്ന് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ഒരു കർവ് വന്ന് കറക്റ്റായി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കറക്റ്റ് ആ ഒരു ബ്ലാക്ക് ബാർ ട്രാൻസിഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം കുറേ ആൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.